അടിമയെ പോലെ കഴിഞ്ഞു പോലും. വേണ്ട, ഇതാ ഈ നിമിഷം റിച്ചിക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അടിമയ്ക്ക് ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ആ, അവസാനം പുറത്തേക്കുള്ള വഴി തന്നെ നീ ചൂണ്ടിക്കാട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ ഒരു തയ്യാറെടുപ്പ് പണ്ടേ ഞാൻ നടത്തിയതുവാ. പക്ഷേ നമ്മളെ കൂട്ടിയിണക്കുന്ന ഒരു ഘടകമുണ്ടായിപ്പോയി. നിന്റെ കഴുത്തി കിടക്കുന്ന താലിയല്ല, നീ പ്രസവിച്ച കുഞ്ഞ്. ഒന്ന് ലാളിക്കാൻ, നെഞ്ചിലേറ്റി ഓമനിക്കാൻ ഞാൻ ഒരുപാട് കൊതിച്ച എന്റെ കുഞ്ഞ്. പക്ഷെ സ്വത്തും പണവും മോഹിച്ച് ഈ ലോകത്തിൽ ഒരമ്മയും ചെയ്യാത്തൊരു കാര്യം നീ ആ കുഞ്ഞിനോട് ചെയ്തു. മുലപ്പാലിന്റെ രുചി പോലും അറിയുന്നതിന് മുമ്പ് അവനെ നീ അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നെയും ബോബനെ ഒരുപോലെ തോപ്പിക്കാൻ. പക്ഷെ തോറ്റത് നീ തന്നെയാ. ഇനി ഒരിക്കലും ജയിച്ചു കയറാൻ പറ്റാത്ത തോൽവി. ടീന തോൽക്കത്തില്ല, ഒരു കാലത്തും തോൽക്കത്തില്ല. യുദ്ധത്തിൽ മരിക്കുന്നതിന് വീരമൃത്യു എന്നാ പറയുന്നത്, അല്ലാതെ തോൽവി എന്നല്ല. ആയിക്കോ, ഈ അവസ്ഥയിലും അഹങ്കാരത്തിന്റെ പല്ലും നഖവും കൊമ്പും ഒക്കെ മൂർച്ച കൂട്ടി എല്ലാവരെയും ആക്രമിക്കാൻ ഒരുങ്ങിക്കോ നീ. അവസാനം കർത്താവിന്റെ വിധി നടത്തിപ്പുന്ന ഒരു ആക്രമണം വരുമ്പോ ഈ പല്ലും നഖവും കൊണ്ട് ഒരു കാര്യം ഉണ്ടാവത്തില്ല. എന്താ എന്താ ടീന? ടീന 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 വിഷമിക്കരുത് മോനെ, സങ്കടപ്പെട്ടിട്ട് എന്നാ കാര്യം? കർത്താവ് തീരുമാനിച്ചതുപോലല്ലേ കാര്യങ്ങൾ നടക്കൂ. എൻ്റെ മോക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം മോനെ. ഇനി അത് മാത്രമാണ് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മോളെ, നീ വൈകിട്ട് പള്ളിയിൽ ചെന്ന് ഒരു കൂട് മെഴുകുതിരി കത്തിച്ച ശേഷം മുട്ടിപ്പായി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചോളാം അപ്പച്ച. ഒരു കൂട് മതിയോ അതോ 2 കൂട് കത്തിക്കണോ? അത് മോനെ, റിച്ചി എത്ര കൂട് കത്തിക്കണം? ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടാൾ വീട്ടിലോട്ട് പോ. എന്താ ഇച്ച ഇങ്ങനെ പറയുന്നേ? അകത്ത് കിടക്കുന്നത് ഇച്ചായന്റെ വെറും ഒരു ഭാര്യയാണെങ്കിലും എന്റെ ചേച്ചി കൂടിയല്ലേ. നോക്കിക്കോ, ഞാൻ 3 കൂടം മെഴുകുതിരി കത്തിക്കും. എന്റെ പൊന്നു ചേച്ചിയെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കാതെ വേഗം അങ്ങ് വിളിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഡോക്ടർ, എന്നതാ ടീനയുടെ അവസ്ഥ? ഇവരൊക്കെ ടീനയുടെ അപ്പച്ചനും അനിയത്തിയാ. പറയാനുള്ളത് അത്ര നല്ല വാർത്തയൊന്നുമല്ല. നിങ്ങൾ രണ്ടാളും അല്പനേരം വെയിറ്റിംഗ് റൂമിലിരിക്കും. ഞാൻ മിസ്റ്റർ റിച്ചാർഡിനോടൊന്ന് സംസാരിക്കട്ടെ. അത് പറ്റത്തില്ല ഡോക്ടറെ, കാര്യങ്ങൾ ഞങ്ങൾക്കും അറിയണം. സാരമില്ല ഡോക്ടർ, കണ്ടീഷൻ അല്പം മോശമാണ്. ഓവർ സ്ട്രെയിൻ എന്തോ എടുത്തുകൊണ്ടായിരിക്കാം. ഹെഡിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരിക്കുന്നു. ഒരു എമർജൻസി സർജറി വേണം, എത്രയും വേഗം. ഡോക്ടർ, അത് 1.5 ലക്ഷത്തോളം വേണ്ടി വരും. ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. വേണ്ട ഡോക്ടർ, പറഞ്ഞോണ്ട്. എങ്കിൽ പേയ്മെന്റ് എത്രയും വേഗം നടത്തിക്കോളൂ. ഞാൻ സർജറിക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. ഓക്കെ മോനെ, വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൂടെ അന്വേഷിച്ചിട്ട് പണം അടച്ചാ പോരെ? അവിടെ ചിലപ്പോൾ 1 ലക്ഷമേ ഉള്ളെങ്കിലോ? ശരി ഇച്ചായ, അപ്പൊ 50,000 രൂപ ലാഭം കിട്ടത്തില്ല. എന്റെ കർത്താവേ, ഈ പാവപ്പെട്ടവളുടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എനിക്കിത് കിട്ടണം. പാവം നീരേറ്റൻ തന്നെ ചുട്ടുകൊന്ന മഹാഭാവിയാണ് ഞാൻ. ഇവിടാന്നോ തൂക്കിക്കൊല്ലുന്നേ? ഇയാള് ചോദ്യം ചെയ്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല സാർ. എന്തായാലും ചോദ്യം ചെയ്തേ പറ്റൂ ഫ്രാൻസിസ്. ഭ്രാന്താണെന്ന് തെളിയിക്കാൻ അത് ആവശ്യം. എടോ പോലീസേ, ഇവിടെ എങ്ങനെയാ കയറ് കിട്ടുന്നേ? ഒരു കൊളുത്തു പോലും ഇല്ല.
എനിക്കുള്ള മുറി ഇതായിരിക്കത്തില്ല. മുറിയൊക്കെ ഇത് തന്നെയാ. അപ്പോ എന്നെ തൂക്കിക്കൊല്ലത്തില്ലയോ? ഇല്ല, ഹോ, ഇത് എന്നാ വിവരക്കേടാ. എനിക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരാളുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. വന്നിട്ട് ചോദ്യം ചെയ്യാം. സർ. എടോ പോലീസേ, താൻ എന്റെ അടുത്തേക്കൊന്ന് വന്നേ. പാവം, എന്നെ പേടിയാന്നോ? പാവങ്ങളെ പേടിക്കുന്ന പോലീസ്. ദേ, എന്നെ ആരും പേടിക്കണ്ട കേട്ടോ. എനിക്ക് ദൈവവിളി കിട്ടിക്കഴിഞ്ഞു. യോഹന്നാന്റെ തലയർത്ത സലോമിയ, ദേ ഇപ്പൊ പോയവള്, ആ പോലീസുകാരി. അവളെ പിടിച്ചു കൊടുത്താ എനിക്കും കിട്ടും 30 വെള്ളിക്കാശ്. എന്താ, കാശ് കിട്ടുന്നത് മോശമൊന്നുമല്ല. അപ്പന്റെ പോക്കറ്റിൽ കിടന്ന കാലണാത്തൊട്ട് മോഷ്ടിച്ച് കപ്പലണ്ട് മേടിച്ച് വിറ്റ് പണക്കാരനായി മാറിയവനായി ഈ ഫിലിപ്പോസ്. ഇനിയും ഞാൻ ഉണ്ടാക്കും. ഈ ലോകത്തുള്ള പണം മുഴുവനും എനിക്ക് വേണം. എന്നിട്ട് എന്നാ ചെയ്യാനാ ഫിലിപ്പോസേ? തനിക്കിനി തൂക്കേറിന്റെ കാശ് പോരെ? അത് ജയിലിൽ നിന്ന് തന്നോളും. സത്യമാണോ അങ്ങുന്നേ? എന്നെ തൂക്കിലിടുമോ? എന്നെ കൊല്ലുമോ? പിന്നല്ലാതെ തന്നെ പോലുള്ളവർ വെച്ചേക്കാൻ പറ്റുമോ? എന്നെ തൂക്കിലിട്ടാൽ എന്റെ അന്നാമ്മ എന്നാ ചെയ്യും? അവളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നു. എസ് ഐ സാറേ, സാർ എന്നെ ഒന്ന് പുറത്തു വിടുമോ? ഞാനും അന്നാമ്മയും കൂടി എവിടെയെങ്കിലും പോയി കഴിഞ്ഞോളാം. തനിക്ക് ഞാൻ എന്റെ പണം മുഴുവനും തരാം. വട്ടനാണെങ്കിൽ എന്റെ കഞ്ഞൂടി പൊട്ടിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ? മര്യാദക്ക് അടങ്ങി കിടന്നോണം. ഇങ്ങനെ നടന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുവോ? ചേട്ടൻ ഒരിടത്ത് ഇരിക്കാൻ മേലേ? അകത്ത് ഒരുപാട് ഫോർമാലിറ്റീസ് ഇല്ലേ ചായ? പുറത്തേക്ക് കൊണ്ടുവരാൻ ഇനി 1-2 മണിക്കൂർ എടുക്കും. നമുക്ക് ക്യാൻറ്റീനിൽ ചെന്നിരിക്കാം. എനിക്ക് വിശക്കുന്നു. നീ പോയി എന്നാന്ന് വെച്ചാ കഴിക്കേ ചെല്ലേ. ഓ, അങ്ങനെ കഴിക്കാനാണെങ്കിൽ എന്റെ കൈ കാശുണ്ട്. ഇച്ചായന്റെ ഒപ്പം ഇരുന്ന് കഴിക്കാനുള്ള കൊതി കൊണ്ടല്ലേ ഇച്ചായനെ വിളിക്കുന്നേ. ടിങ്കു, ദയവായിട്ട് എന്നെ ശല്യപ്പെടുത്തല്ലേ. നിന്നോട് ഇങ്ങോട്ട് വരാനോ ഇവിടെ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കാനോ ഞാൻ പറഞ്ഞില്ലല്ലോ. വിശക്കുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോ, അതാ നല്ലത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ ആരെങ്കിലും ഒരാൾ ഇവിടെ പുറത്ത് നിന്നാൽ മതിയാവും. ടിങ്കു പൊയ്ക്കോ. അയ്യടാ, എനിക്കിപ്പോ മനസ്സില്ലെങ്കിലോ? ഇച്ചായനെ തനിച്ചാക്കി എങ്ങോട്ടും പോവാൻ ഞാൻ തയ്യാറല്ല. എന്താണ് അവസ്ഥ? എമർജൻസി സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുക. എന്നുവെച്ചാ ഡോക്ടർമാർ വെറുതെ പറയത്തില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് കണ്ടീഷൻ വളരെ മോശമാണെന്നാ. എപ്പോഴാ അഡ്മിറ്റ് ചെയ്തേ? ഇന്ന് രാവിലെ. സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ എനിക്ക് ടീനോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ അത് അത്യാവശ്യം. നിങ്ങളൊക്കെ നിയമത്തിന്റെ കമ്പി വേലി ചുറ്റും വളച്ചേട്ടി നടക്കുന്നവരാ ഏത് നേരത്തും. കമ്പി വേലിയുടെ സംരക്ഷണം കിട്ടാത്ത ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് ഈ നാട്ടിൽ, എന്നെ പോലെ. ആ കുഞ്ഞ് എന്റെ ചോരയാണെന്ന് നിങ്ങൾക്കും അറിയത്തില്ലേ? അവനെ പ്രസവിച്ചൊരു അമ്മയല്ലേ ഈ ചുവരിനപ്പുറം മരിക്കാൻ കിടക്കുന്നേ. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നിങ്ങൾ നിയമത്തിന്റെ കമ്പി വേലി മറച്ചു കെട്ടി എന്റെ മോനെ എവിടെയോ കൊണ്ട് തള്ളി. അതിനു പകരം അവനെ പെറ്റമ്മയായ ടീനയുടെ മടിയിലേക്ക് വച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോ ഈ ചില്ലുകൂട്ടിനപ്പുറം എന്റെ ഭാര്യ മരിക്കാൻ കിടക്കത്തില്ലായിരുന്നു. ഡോക്ടർ, ഐ എം ASP സെലീന. എനിക്കൊരു കേസുമായി ബന്ധപ്പെട്ട് മിസ്സിസ് ടീനയോട് അല്പം സംസാരിക്കണമായിരുന്നു. ഈസ് ഇറ്റ് പോസിബിൾ? Never. My patient is preparing for an emergency operation. Please give way. ടീന, ടീന. അനസ്തേഷ്യയെ കൊണ്ടുപോവാണ്. ഇപ്പൊ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കണ്ട.
എന്താ ടീന? സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എന്റെ മോൻ വിധി എപ്പോഴും ഇങ്ങനെയാണ് മോളെ. ആദ്യം ദന്തഗോപുരത്തിന്റെ മുകളിലെത്തിക്കും, പിന്നെ കണ്ണീരിന്റെ കാണാക്കയങ്ങളിൽ മുക്കിത്താഴ്ത്തും. ആ രൂപം തന്നെ മാറിപ്പോയി അപ്പൂപ്പ. പഴയ ടീനയുടെ ഒരു പ്രേതം, അല്ലെങ്കിൽ പഴയ ആ ടീനയല്ല. അവളുടെ എല്ലാ അഹങ്കാരങ്ങളും ചോർന്നുപോയി. എന്തൊരു ദൈന്യതയാ ആ കണ്ണുകളിൽ. എന്നെ ഒന്ന് രക്ഷിക്കുന്ന നിലവിളിക്കുമ്പോഴുള്ള ഒരു ഭാവം. എന്റെ കൈക്ക് പിടിച്ച് 2 വാക്കേ അവള് പറഞ്ഞുള്ളൂ, എന്റെ മോനെന്ന് മാത്രം. ഇപ്പോ എനിക്ക് തോന്നുന്നു നീ ചെയ്തതൊരു തെറ്റായിന്ന്. എന്താ അത്? ആ കുഞ്ഞിന്റെ കാര്യം കൃഷ്ണമാമ, അതിനെ കോടതിയിൽ ഹാജരാക്കേണ്ടതൊരു ആവശ്യം തന്നെയായിരുന്നു. പക്ഷേ കുഞ്ഞിന്റെ കാര്യത്തില് അവകാശത്തർക്കമുണ്ടെന്ന് കോടതിയിൽ പറയണ്ടായിരുന്നു. അത് സത്യം തന്നെയല്ലേ മോളെ? ആ ബോബനും റിച്ചി ഒരേ മട്ടിൽ എന്റെ മോനെ കാണാനില്ല എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തത് ഇവൾക്ക് തന്നെയല്ലേ? അപ്പോ തർക്കം തീരേണ്ട എങ്ങനെയാ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കുന്നത്? തർക്കം അപ്പന്മാരുടെ കാര്യത്തിലല്ലേ ഉള്ളൂ കൃഷ്ണമാമ. ആ കുഞ്ഞിനെ പ്രസവിച്ചത് ടീനയാണെന്നുള്ള കാര്യത്തില് ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ആ സ്ഥിതിക്ക് കുഞ്ഞിനെ അവളെ തന്നെ ഏൽപ്പിച്ചാ മതിയായിരുന്നു. മരണത്തിലേക്ക് നീങ്ങും മുമ്പ് സ്വന്തം കുഞ്ഞിന്റെ സാമീപ്യം അതെന്ത് ആശ്വാസമായനെ അവൾക്ക്. മമ്മി പറഞ്ഞത് ശരിയാ. പക്ഷേ കുഞ്ഞിനെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ടീന നോർമലായിരുന്നു. ഈ വിവരം അറിഞ്ഞ് വല്ലാതെ ഹിസ്റ്റീരിക്കായപ്പോഴാ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ മമ്മി. ആ ഓട്ട കുഞ്ഞെ, അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ആ കുട്ടി ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾക്കുള്ള ഫലമായിരിക്കും ഇപ്പോൾ അനുഭവിക്കുന്നത്. അതിന് നീ ഒരു നിമിത്തമായി എന്ന് കരുതിയാൽ മതി. നിന്റെ ഡ്യൂട്ടി ചെയ്തതല്ലേ നീയെ, അല്ലാതെ അതിൽ പ്രതികാര മനോഭാവമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല പുപ്പ, ആ ഒരു കൊച്ചു കുഞ്ഞിനെ വെച്ച് ആരോട് പ്രതികാരം ചെയ്യാൻ? അല്ലെങ്കിലും ടീനയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് അവളോട് സഹതാപം അല്ലാതെ വേറെ ഒന്നുമില്ല. മോളെ, നീ വിചാരിച്ച ആ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ടീനെ ഏൽപ്പിക്കാൻ പറ്റത്തില്ലേ? കോർട്ട് ഓർഡർ വേണം മമ്മി. അതുമല്ല, ഇനി ഓപ്പറേഷൻ കഴിഞ്ഞ ടീനയുടെ അവസ്ഥ വളരെ മോശം അപ്പൂപ്പ. ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഭഗവാനെ, ഇതിനായിരുന്നു അവളൊരു വലിയ അശ്വമേധം നടത്തി എല്ലാരെയും തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചത്? എന്തായിരുന്നു ആ കുട്ടിയുടെ അഹംഭാവം? ധനാർത്ഥി, അധികാരമോഹം, പക, കാമം ഒക്കെ ഒക്കെ കനൽക്കട്ടകളാണ് കുഞ്ഞെ. തൊട്ടാൽ പൊള്ളുന്ന കനൽക്കട്ടകൾ. ആ പൊള്ളലായിപ്പോ ടീനയ്ക്ക്. ആ, എല്ലാവർക്കും ഇതൊരു പാഠമാണ്. മോനെ, ഓപ്പറേഷന്റെ കാര്യങ്ങളൊന്നും മോൻ പറഞ്ഞില്ല. നാളെ നടക്കൂ. 5 സർജന്മാർ ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഓപ്പറേഷനാ. ഇന്ന് 2 പേര് സ്ഥലത്തിലായിരുന്നു. അവരെ വിളിച്ചിട്ടുണ്ട്. രാവിലെ എത്തുള്ളൂ. ആ, കർത്താവ് സഹായിച്ച് എല്ലാം നേരെ ചൊവ്വേ നടന്നാൽ മതിയായിരുന്നു. മോനിങ്ങനെ വിഷമിച്ചിരിക്കാതെ വല്ലതും വന്ന് കഴിക്കേ. അങ്കിൾ കഴിച്ചോ? എനിക്ക് വേണ്ട. ടിങ്കു ഉണ്ടാക്കിയ നല്ല ബീഫ് കറിയുണ്ട്, വെള്ളയപ്പവും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ കഴിച്ചില്ലെങ്കിൽ അവൾക്ക് വലിയ സങ്കടമാവും. കുറെ കൂടി എന്തെങ്കിലും ഉണ്ടാക്കാറുന്നില്ലേ? മട്ടൺ സ്റ്റൂ, ചിക്കൻ മസാല, ചില്ലി ഫ്രൈ, പ്രോൺസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം തികഞ്ഞനെ. അയ്യോ, ടിങ്കു പറഞ്ഞതാ ചിക്കനും കൂടി മേടിക്കാന്ന്. അപ്പൊ ഞാനാ പറഞ്ഞത് ചേച്ചി ആശുപത്രി കിടക്കില്ലയോ, ഇതൊക്കെ മതിയെന്ന്. അങ്കിൾ ചെല്ല്, എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. അത് മാത്രം ഞാൻ സമ്മതിക്കത്തില്ല. നീ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്ന കണ്ട ടിങ്കുവിന് സങ്കടം വരത്തില്ലയോ? ദേ വന്നതൊക്കെ വന്നു. കർത്താവ് എൻ്റെ മോളെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചെങ്കിൽ അത് നമ്മളും അംഗീകരിക്കണ്ടായോ? മനസ്സ് അതിനായിട്ടങ്ങ് പാകപ്പെടുത്തണം. എന്നിട്ട് അടുത്ത നടപടി എന്തുവാണെന്ന് ആലോചിക്കണം. അങ്ങനെയൊക്കെ അല്ലയോ ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്? എനിക്ക് അല്പം ബുദ്ധി കുറവാ. അല്ല, അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഉപദേശിക്കുന്നത്.
നഷ്ടപ്പെട്ടതിനെ അല്ല നഷ്ടപ്പെടാൻ പോകുന്നതിനെ ഓർത്ത് നേരം കളയുന്നത് തന്നെ വലിയ മണ്ടത്തരമാണ്. അതാ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ, ഈ കാര്യത്തിൽ കുറച്ച് മണ്ടത്തരമുണ്ട് എനിക്ക്. ഉണ്ട്, അതും എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു തരുന്ന ബുദ്ധി നീ തലയിലോട്ട് കയറ്റേണ്ടത്. മോനെ, നീ ചെറുപ്പമാ. ഒരു കൊച്ചിന്റെ പേരിൽ ഇത്രയും കാലം നീയും ടീനയും ജീവിതം തമ്മി തല്ലി തീർത്തു. ആ അധ്യായം എന്നതായാലും തീരാൻ പോവുക. ഇനിയെങ്കിലും നിനക്ക് സന്തോഷവും സ്വസ്ഥതയും ഒക്കെ ഉള്ള ഒരു ജീവിതം വേണം. അതിന് 2 വഴിയേ നിന്റെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ നിനക്ക് ഈ വീട് ഉപേക്ഷിച്ചു പോയി വേറെ ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ അനിയത്തിയെ തന്നെ ആ സ്ഥാനത്ത് നിർത്താം.